ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് C4 കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. ഇത് നോമ്പിന് മുമ്പായിട്ട്, നോമ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മഴക്കാലത്തിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ നെല്ല് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല, ഞങ്ങളിവിടെ വീട്ടിൽ ഇങ്ങനെ നെല്ല് പുഴുങ്ങിയിട്ടാണ്, അരി പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല, പുഴുങ്ങലരിക്കാണെങ്കിലും പച്ചരിക്കാണെങ്കിലും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല. ഈ നെല്ലിൻ്റെ കടയിൽ നിന്നൊക്കെ അരി വാങ്ങുന്നവരായിരിക്കുമല്ലോ ഒരുപാട് പേരും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. നോമ്പിന് മുന്നോടിയായിട്ട് നമ്മൾ അരി പൊടിപ്പിക്കലും അതുപോലെ തന്നെ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിട്ട് കുറച്ചധികം നെല്ലൊക്കെ പുഴുങ്ങി വെക്കും. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാലും മഴക്കാല സീസണാണ് വരുന്നത്. അപ്പോഴൊന്നും എന്തായാലും ഇതിന് പറ്റില്ല, ഇതിന് എന്തായാലും വെയിലൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് എല്ലാത്തിനും കൂടെ ആയിട്ട് ഇങ്ങനെ പുഴുങ്ങി വെക്കാറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത് എങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം നെല്ല് കഴുകുകയാണ്. അതിനായിട്ട് വലിയൊരു ചെമ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നെല്ല് അതിലേക്ക് ഇട്ടിട്ട് കഴുകുകയാണ്. ഇതിങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൽ ഇപ്പോൾ കൊയ്ത്ത് മെഷീനിലാണ് നെല്ല് കൊയ്തെടുക്കുന്നത്. ആദ്യമൊക്കെ പണ്ടൊക്കെ ആളുകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ കൊയ്ത്ത് മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയും ഉണ്ടാവും, അതുപോലെ തന്നെ പാടത്ത് ചെളിയും ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇങ്ങനെ കഴുകണത്. എന്നിട്ട് ഈ മുകളിൽ പാറി കിടക്കണം, അപ്പോൾ അതിന് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ നന്നായിട്ട് ഈ നെല്ല് കഴുകിയിട്ടില്ലെങ്കിൽ ആ ചെമ്പിൻ്റെ അടിയിൽ അതുപോലെ ചെളി പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ ഇത് വാർത്തെടുത്തിട്ട് വേറൊരു ചെമ്പിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ എല്ലാം നെല്ലും ഇതുപോലെ വാർത്തെടുക്കും. ഇതിപ്പോൾ ഒരു 4 പറയോളം ഉണ്ട് കേട്ടോ, നെല്ല് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. 4 പറ എന്ന് പറയുമ്പോൾ 60 കിലോന്, കിലോ കണക്കിലാവുമ്പോൾ 60 കിലോന്. അങ്ങനെ നമ്മളെല്ലാതും ഇതുപോലെ വാർത്തെടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് വേറൊരു ചെമ്പ് കത്തിച്ച് വെക്കാനും പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് ചെയ്യുന്നത്. കാരണം പകലിലെ വെയിലും അതുപോലെ തന്നെ അടുപ്പിൻ്റെ ചൂടും കൂടെ നമുക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് രാത്രി ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ചെമ്പിലുള്ളതുപോലെ പുറത്ത് ഞങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിടുകയാണ്. എന്നിട്ട് ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് ചെമ്പിൽ. ഇനി ഇത് കത്തിക്കും. ഇപ്പോൾ ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ ഇതുപോലെയുള്ള ഒരു നൂൽച്ചാക്ക് ഇട്ട് വെക്കണം. അത് നന്നായിട്ട് കത്തണം. ഇതൊന്ന് തിളക്കണ വരെയൊക്കെ നന്നായിട്ട് കത്തണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ടൈമായി, അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നെല്ല് പുഴുങ്ങിയത് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ചാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. തീ കെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തീ കത്തിക്കുന്നില്ല. ഇനി ഈ നെല്ല് ഈ ചെമ്പിൽ നിന്ന് വാർത്തെടുക്കണം. ഇതുപോലെ എടുത്തിട്ട് വാർത്തെടുത്തിട്ട് വേറൊരു ചെമ്പിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഇത് ഫുള്ള് ഈ വെള്ളത്തിൽ നിന്ന്, തിളച്ചെടുക്കുന്ന വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കണം. നമ്മൾ പകലൊക്കെ ഇതുപോലെ നെല്ല് പുഴുങ്ങുമ്പോൾ അതുപോലെ പുറത്തൊക്കെ കത്തിച്ചിട്ട് നെല്ല് പുഴുങ്ങുകയാണെങ്കിൽ വെയിൽ നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് തീയും കത്തിച്ചിട്ടാണ് ഇങ്ങനെ നെല്ല് പുഴുങ്ങുന്നത്. അപ്പോൾ 2 ചൂടുമ്പാടെ നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രാത്രിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ വാങ്ങി വെച്ചിട്ടുള്ള നെല്ല് ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഭാഗത്ത് കൊട്ടുകയാണ്. ഇപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള നെല്ല് മുഴുവനും ഇവിടെ കൊണ്ടുവന്ന് കൊട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് പരത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഏതായാലും ഇനി നേരം വെളുത്തിട്ടുള്ളൂ ഇതൊക്കെ പരത്തും. അതുവരെ ഇതിങ്ങനെ ഇവിടെ വെക്കും. ഇതിനൊക്കെ എന്തായാലും നല്ല ചൂടൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നേരം വെളുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. രാത്രിയായപ്പോൾ നല്ല ക്ലിയർ കുറവുണ്ടായിരുന്നു. അപ്പോൾ നെല്ല് പുഴുങ്ങിയതിൻ്റെ ആ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അതുപോലെയാണ്. നെല്ല് ഒന്ന് വായ പൊളിച്ചിട്ട് ചോറ് പോലെ ഇരിക്കുന്നത്, അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ ഇതൊന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പരത്തിയിട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ടുള്ളൂ. ഇനി ചെറുതായിട്ടൊന്ന് പകലുള്ള വെയിലൊക്കെ ഒന്ന് കൊണ്ടിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകണം. എന്നിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് നല്ല കനം കുറച്ച് പരത്തുക.
അതുപോലെ തന്നെ ഇത് നല്ല വെയിൽ കൊള്ളാനും പാടില്ല. അങ്ങനെ വെയിൽ കൊണ്ടാൽ ഈ നെല്ല് നമ്മൾ കുത്തിക്കുമ്പോൾ അരിയാക്കി എടുക്കുമ്പോൾ ചെറിയൊരു പോലെ പൊട്ടിയിട്ട് നുറുങ്ങിയിട്ടൊക്കെ ആവും. അപ്പോൾ നല്ല വെയിൽ കൊള്ളാനും പാടില്ല. അപ്പം നന്നായിട്ട് കനം കുറച്ച് പരത്തിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ വന്നിട്ടിത് പരത്തി കൊടുക്കണം. ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല, ഈ നെല്ല് പുഴുങ്ങിയെടുക്കുന്നതും അതുപോലെ തന്നെ നെല്ലരിയായിട്ട് എങ്ങനെ വരുന്നതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തിട്ടതാണ് ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.